ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 2-3 ദിവസം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതിയാവും. അത് നമ്മൾ കുറുകിയ പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്നെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 എടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെള്ളമേ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് തിളയ്ക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കാവാൻ വെക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ഇതിൽ നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തൈരൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ സാധാരണ ബീട്രൂട്ട് തോരൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ പച്ചടി കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.